രാജ്യതലസ്ഥാനത്ത് നടന്ന സ്ഫോടനത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ ആ ഞെട്ടലിൽ നിന്ന് കരകയറിയിട്ടില്ല. 2 ദിവസം മുമ്പ് 10-ാം തീയതിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഒരു കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നമുക്കറിയാം 12 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. നിരവധി പേർ ഇപ്പോഴും അതീവ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ആശുപത്രിയിലെത്തി പ്രധാനമന്ത്രി അവരെയൊക്കെ സന്ദർശിക്കുകയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ചാവേർ ആക്രമണമല്ല, അല്ലെങ്കിൽ ചാവേർ സ്ഫോടനമല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് NIA സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ അപകടത്തിൻ്റെ, ഈ സ്ഫോടനത്തിൻ്റെ തീവ്രതയും എല്ലാം തന്നെ വിശകലനം ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊരു സംശയത്തിലേക്ക് NIA സംഘം എത്തിയിരിക്കുന്നത്. അപ്പോഴും നിരവധി ആളുകൾ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണല്ലോ. എങ്ങനെ ഈ അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഈ സ്ഫോടനം സംഭവിച്ചു, എന്താണ് അവിടെ നടന്നത്, കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണോ? അതിനു മുമ്പ് പലയിടങ്ങളിൽ നിന്നായി നിരവധി ആളുകളെ ATS ഉൾപ്പെടെ പിടികൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ചെങ്കോട്ട പോലുള്ളൊരു സ്ഥലത്ത്, ഡൽഹിയിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ ഒരു അപകടമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ഏറ്റവും ആദ്യം ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യുന്നത്. അജിംസ്, ഈ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷം ഉൾപ്പെടെ അത് വലിയ തരത്തിൽ ആരോപണമാക്കുന്നുമുണ്ട്. പക്ഷേ എവിടെയായിരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടാവുക? ഇതിലും വലിയ സുരക്ഷാ വീഴ്ച ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടപ്പോഴാണ് 2001. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ്, റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്, ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങൾ കൂടിയാണ്. മാത്രമല്ല ഡൽഹിയിലെ ഇത്തരം സ്ഥലങ്ങൾ 24/7 കൺട്രോൾ റൂമിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ്. അത് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളല്ല, അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും കൺട്രോൾ റൂമിലിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഹൈ സെക്യൂരിറ്റി അലർട്ടുള്ള സ്ഥലം കൂടിയാണ്. അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് ഹൈ സെക്യൂരിറ്റി ആണ്. തൊട്ടടുത്ത് തന്നെയാണ് ജമാ മസ്ജിദ്, തൊട്ടടുത്താണ് പാർലമെൻറ്റ് മന്ദിരം, തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. നമ്മൾ ഈ പറയുന്ന വിസ്ത പ്രൊജക്റ്റാണ് നിട്ടുണ്ടല്ലോ, പുതിയ പാർലമെൻറ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പാർലമെൻറ്റിനിടയ്ക്ക് ഒരു ടണലുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് എന്തൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പ്രധാനമന്ത്രിക്ക് വളരെ പെട്ടെന്ന് ആ ടണലിലൂടെ രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ ടണലൊക്കെ ഉണ്ടാക്കി വലിയ പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്താണ് ഈ പുറത്തു വരുന്ന കഥകൾ, അനേക കഥകൾ എന്ന് തന്നെയാണ് പറയുക, സ്റ്റോറികളാണ് ശരിയാണെങ്കിൽ ഈ കാർ അവിടെ 2 മണിക്കൂറോളം വെറുതെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്തതെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം പാർലമെൻറ്റ് ആക്രമിച്ചതിനാണ്. പാർലമെൻറ്റിലേക്ക് ഒരു വ്യാജ ID കാർഡും വ്യാജ നമ്പർ പ്ലേറ്റും വെച്ചൊരു അംബാസഡർ കാറാണ് പാർലമെൻറ്റിലേക്ക് കയറിപ്പോയത്. നമുക്ക് കയറി പോകാൻ പറ്റുമോ അങ്ങനെ പാർലമെൻറ്റിലേക്ക്? അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കൊരു വ്യാജ ID കാർഡ് വെച്ച് പാർലമെൻറ്റിലേക്ക് കയറി പോകാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ കുറച്ച് വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. അവർ സന്ദർശക ഗാലറിയിൽ നിന്നാണ്, സന്ദർശകരുടെ പാസ് ഉപയോഗിച്ച് വന്നിട്ടാണ് അവർ കളറൊക്കെ വിതറിക്കൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്തത്. അത് വലിയ പാനിക് ഉണ്ടാക്കിയിരുന്നു പാർലമെൻറ്റ് മന്ദിരത്തിൽ, അതും പുറത്തും. അപ്പം അത് പക്ഷേ അവർ ആയുധങ്ങളായിട്ട് വന്നതല്ല, അവർ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നതാണ്. മറ്റേതങ്ങനെയല്ല. 2001 ഒരു അംബാസഡർ കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റും വ്യാജ ID കാർഡുമായി വരുന്നു, കാറകത്തേക്ക് കയറ്റി വിടുന്നു, പിന്നെ തുരിതര വെടിവെപ്പ് നടക്കുന്നു, അവർ വെടിവെച്ച് കൊല്ലുന്നു. ഇതാണ് സംഭവം ഉണ്ടായത്. ആ സംഭവത്തിലുണ്ടായിട്ട് അന്നത്തെ സുരക്ഷാ വീഴ്ചയിൽ ആരെങ്കിലും രാജിവെക്കുകയോ ആരെങ്കിലും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് അത്രയും വലിയ സുരക്ഷാ വീഴ്ച ഏതായാലും ഇതല്ല. കാരണം അത് പാർലമെൻറ്റ് മന്ദിരം, അതായത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്കാണ് ഭീകരന്മാർ കാർ ഓടിച്ചു വന്ന് വെടി തുറന്ന് ഓർക്കുക. അവരെ വെടിവെച്ചു, എല്ലാവരെയും വെടിവെച്ച് കൊന്നു. അവരാരാണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. ആ കൊല്ലപ്പെട്ടവരാരാണ്? വാർത്തകൾ ഇതുപോലെ കഥകളിൽ വരുന്നു, അവർ അഫ്ഗാൻ സ്വദേശികളാണ്, പാകിസ്ഥാനികളാണ്, കശ്മീരിലാണെന്ന് കഥകളൊന്നുമല്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് ആ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ ആ ഭരണകൂടം, അന്ന് വാജ്പേയി സർക്കാരാണ്, ആ ഭരണകൂടം നമുക്കൊരു വീഴ്ച പറ്റി എന്ന് സമ്മതിക്കുകയോ ആ സുരക്ഷാ വീഴ്ചയെ പറ്റി അന്വേഷിക്കുകയോ അതിലെന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ പാർലമെൻറ്റ് സുരക്ഷ വർദ്ധിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് ഇതായിട്ട് നമുക്കറിയില്ല. ജനങ്ങളോട് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്, എന്താണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് 2001 പാർലമെൻറ്റ് ആക്രമണത്തിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് 2 മാസം മുമ്പാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുകയും അതേ തുടർന്ന് അമേരിക്ക ലോകത്ത് ഭീകരതയ്ക്കെതിരായ കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് ജോർജ് W. ബുഷ് പ്രഖ്യാപിച്ചതിൻ്റെ 2 മാസം കഴിഞ്ഞാണ്, ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്തോ വലിയ രാഷ്ട്രീയ വിവാദമുണ്ട്, എന്തോ അഴിമതി. അത് കാർഗിൽ യുദ്ധകാലത്ത്, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെയുള്ള കാർഗിൽ യുദ്ധകാലത്തെ ശവപ്പെട്ടി കുംഭകോണം വലിയ അഴിമതി വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ ഭടന്മാരുടെ മൃതദേഹം കൊണ്ടുവരാൻ വേണ്ടി
വാങ്ങിയ ശവപ്പെട്ടിയിൽ കുംഭകോണം. ആ കുംഭകോണം വിവാദം നടക്കുന്നത് പാർലമെൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതോടുകൂടി ശവപ്പെട്ടി കുംഭകോണം പോയി. പിന്നെ നമ്മൾ കാണുന്നത് ഈ 2001 മുതൽ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത് 2012 വരെ 12-13 വരെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ എല്ലായിടത്തും ഭീകരാക്രമണങ്ങളാണ്. എല്ലാ സിറ്റികളിലും ഇപ്പോൾ നമ്മൾ ഈ ഡൽഹിയിൽ കണ്ടതുപോലെ തുടർച്ചയായി എല്ലാ സിറ്റികളിലും ബോംബുകൾ പൊട്ടുന്നു, സാധാരണക്കാർ മരിക്കുന്നു. ഇപ്പോൾ ഭീകരാക്രമണം പാർലമെൻറ്റ് ആക്രമണം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്ന പ്രധാനമന്ത്രിയോ എം പിമാരെ ആക്രമിക്കാനാണെന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല. അങ്ങാടിയിൽ, ട്രെയിനിൽ, ബസ്സിൽ, പള്ളിയിൽ, അമ്പലത്തിൽ ഒക്കെ ബോംബ് പൊട്ടിച്ച് സാധാരണ മനുഷ്യ കൊല്ലുവാണ്. ഭീകരന്മാരെന്താ ഈ സാധാരണ മനുഷ്യ കൊല്ലുന്നത്? അപ്പോൾ അതിനൊരു മറുപടിയാണ്. അതിന് ലഭിക്കുന്ന വിശദീകരണം രാജ്യത്ത് പാനിക് ഉണ്ടാക്കുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക, ഇതാണ് ഈ ആക്രമണ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അതെടുത്താൽ പോലും അത്തരം ആക്രമണം നടത്തിയവർ ആരാണ്? അവരെയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ആ കേസുകളുടെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളെ കോടതി ശിക്ഷിച്ചോ? നമ്മൾ ഈ കഴിഞ്ഞൊരു 4-5 വർഷത്തെ തന്നെ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ, ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നടന്ന മുഴുവൻ ഭീകരാക്രമണങ്ങളെയും പ്രതികൾ വിട്ടയച്ചു. മാലേഗാവ് 1-2 സ്ഫോടനങ്ങളുണ്ടായി, ആളുകൾ മരിച്ചു. അതിലാദ്യം പിടിച്ചുകൊണ്ടുപോയ ആളുകൾ മുഴുവൻ കോടതി വെറുതെ വിട്ടു. അതിലാദ്യം പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാരെ കോടതി വെറുതെ വിട്ടു. അവർ ജയിലിനകത്ത് കിടക്കെ തന്നെ അന്വേഷണ സംഘം പറയുന്നു അവരല്ല, വേറെ ചില ആൾക്കാരാണ് പൊട്ടിച്ചത്. പ്രഖ്യാ സിംഗ് ഠാക്കൂർ, കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്നിവരെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. അവർക്ക് പിന്നീട് ജാമ്യം കിട്ടി. പ്രഖ്യാ സിംഗ് ഠാക്കൂർ പിന്നെ BJP MP ആയിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു 5 വർഷം. അവരെയും കോടതി വെറുതെ വിട്ടു. അപ്പോൾ മാലേഗാവിൽ ആരും സ്ഫോടനം നടത്തിയില്ലേ? ആളുകളെ കൊന്നില്ലേ? ഈച്ച് ആൻഡ് എവരി ടെറർ അറ്റാക്ക് നമ്മൾ ഇന്ത്യയിലാണെന്ന് എടുത്തു നോക്കുക. ഒരു പ്രതികളും ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇനി കീഴ്ക്കോടതിയിൽ ശിക്ഷിച്ചാൽ തന്നെ അത് മേൽക്കോടതിയിൽ വന്നിട്ട് അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ് നടത്തുന്നത്? ആർക്ക് വേണ്ടിയാണ്? ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? അതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ ഭീകരാക്രമണങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഭരണകൂടം സ്ഥിരമായി പൊളിറ്റിക്കൽ റെട്ടറിക്കായിട്ട് പറയാതെ പാകിസ്ഥാൻ ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ ലിങ്കായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യ ഒരു ഭീകരതയുടെ ഇരയാണ്, ഇന്ത്യ എന്ന രാജ്യം. കാരണം കശ്മീരിൽ നിന്ന് ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടാകുന്നുണ്ട്. കശ്മീരിൽ തന്നെ നിരവധി അത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പെഹൽഗാം, പുൽവാമ, അങ്ങനെ പലതും കാണുന്നുണ്ട്. പക്ഷേ കശ്മീരിന് പുറത്ത് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നതാണ് പ്രശ്നം. അവിടെ നടക്കുന്ന ഈ ആക്രമണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ നിരപരാധികൾ അകത്താവുകയും അവരെ പിന്നീട് കോടതി വെറുതെ വിടുകയും ഈ കേസുകൾക്കൊന്നും തുമ്പില്ലാതാവുകയും ഇത് ചെയ്ത അവരാരാണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുക. ഇതുപോലെ തന്നെ പ്രധാനമാണ് ടെറർ മോഡ്യൂളുകൾ എന്ന് പറയുന്നത്. അതായത് ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ സ്ഥിരമായി കാണുന്ന സാധനം, പോലീസ് ബസ്റ്റ് ടെറർ മോഡ്യൂൾ ഇൻ ഈ സിറ്റീസ്. ഇങ്ങനെ ചില നഗരങ്ങളിൽ ടെറർ മോഡ്യൂളുകൾ തകർത്തു, കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർ ഭാവിയിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇത്തരം ധാരാളം മനുഷ്യർ, 100 കണക്കിന് ആളുകൾ ഇന്ത്യൻ ജയിലിലുണ്ട്. ഭീകരന്മാരാണെന്ന് പോലീസ് പറയുന്നു. അവരെന്തെങ്കിലും ഭീകരപ്രവൃത്തി ചെയ്തില്ല, അവരതിന് ഗൂഢാലോചന നടത്തി, അവർ പ്ലാൻ ചെയ്തു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഇത്തരം കേസുകളും കോടതിയുടെ മുമ്പിൽ വെറുതെ വിടുകയാണ്. ഒന്നുകിൽ അവർ ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ കേസ് തന്നെ ഇല്ലാതാവുകയോ ചെയ്യുകയാണ്. അങ്ങനെ കുറേ അധികം ആളുകൾ ജയിലിലുണ്ട്. അപ്പോൾ ഈ ഭീകരാക്രമണം നടന്ന ഭീകരാക്രമണങ്ങളുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ നിരപരാധികളാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തുന്നു 10-20 വർഷം കഴിഞ്ഞിട്ട്. അത്തരം ധാരാളം ആളുകൾ പുറത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇതുകൂടാതെ ഭാവിയിൽ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാരും ജയിലിലുണ്ട്. അവരെയും കോടതി വെറുതെ വിടുന്നു. ഈ ടെറർ മോഡ്യൂൾ ബസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം, അപ്പോൾ ഇന്നലെ ഞാൻ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിപ്പോൾ ബ്രിഗേഡിയർ സനൽകുമാർ എന്ന് പറയുന്ന ഒരു സുരക്ഷാ വിദഗ്ധൻ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ 100 ഭീകരാക്രമണ പദ്ധതികൾ സുരക്ഷാ ഏജൻസികൾ ബസ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം അബദ്ധത്തിൽ സംഭവിക്കുന്നു. ഈ ഒരെണ്ണം സംഭവിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ തടഞ്ഞ ഭീകരാക്രമണങ്ങളെ ആരും കാണാതെ പോകും. അങ്ങനെ പറയുന്നു. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ഈ വർഷം തന്നെ 2025 തന്നെ 8-10 ഇത്തരത്തിലുള്ള ടെറർ മോഡ്യൂളുകളെ സുരക്ഷാ സേന തകർത്തതായിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. നിരവധി പേരെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, ഇപ്പോൾ അസമിൽ, മേഘാലയയിൽ, ആന്ധ്രാപ്രദേശിൽ, ബംഗാളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലാണ് ആളുകൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പല ടൈപ്പ് കേസുകളാണത്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുള്ള ആളുകളാണെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളാണോ എന്ന് നമ്മളെപ്പോഴാണ് അറിയാം? നമ്മൾ 20 വർഷം കഴിഞ്ഞിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ വർഷം പിടിച്ച ആളുകളെയൊക്കെ കോടതി വെറുതെ വിടുമ്പോൾ നമ്മൾ അതാണ് ഇന്ത്യ യാഥാർത്ഥ്യം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്, ബോംബ് പൊട്ടുന്നുണ്ട്. അത് നടത്തുന്ന ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതേസമയം ഈ പിടിക്കപ്പെടുന്ന ആളുകളെയൊക്കെ കോടതി നിരപരാധിയാണെന്ന് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ 3 ആൻസറാണ് അതിനുള്ളത്. ഒന്നുകിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല, തെളിവുകൾ കണ്ടെത്തുന്നില്ല, കൃത്യമായ കുറ്റപത്രം സമർപ്പിച്ച് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അന്വേഷണ ഏജൻസികൾ ക്യാപ്പബിൾ അല്ല എന്ന് വരുന്നു. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് വേറെ ആരൊക്കെയാണ് ചെയ്യുന്നത്, തെറ്റായി മറ്റു ചിലർക്ക് ഇതിൽ പെടുകയാണ്. ഇതൊരു ഉത്തരമാണ്. അതല്ലെങ്കിൽ
ഈ ഭീകരാക്രമണങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ഗുണഭോക്താക്കളുണ്ട്. അവരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ ഡൽഹിയിൽ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ചാനലിൻ്റെ ടൈംസ് നൗ ന്യൂസ് ചാനലിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നതാണ് രാഹുൽ ശിവശങ്കർ. അയാളുടെ ആ സംഭവം നടന്ന് വിത്തിൻ മിനിറ്റ്സ് അയാളുടെ ട്വീറ്റ് വരുന്നത് എന്താണെന്നറിയോ? ടെററിസം ഹാസ് എ റിലീജിയൻ. അതായത് ഇത് ആരാണ് ചെയ്തെന്ന് പോലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അയാളെ പറ്റിയും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടെററിസം ഹാസ് എ റിലീജിയൻ. തൊട്ട് ഉടനെ തന്നെ ഒരു ട്വീറ്റ്, അത്ര അറിയപ്പെടാത്ത ഒരാളിൽ നിന്നുണ്ടാകുന്ന ഒരു ട്വീറ്റാണ്, ഇന്ത്യ നീഡ്സ് ടു ഗോ ഫോർ ആൻ ഇൻറ്റേർണൽ ക്ലെൻസിങ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഏതൊരു സാധു ചോദിക്കുന്നുണ്ട്, ബ്രോ എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വേറൊരാൾ വന്ന് പറയാണ്, ഹി മീൻസ് ജനസൈഡ് ഓഫ് അവർ കമ്മ്യൂണിറ്റി. പറഞ്ഞു മനസ്സിലുണ്ടോ? അതായത് ഹെയ്റ്റിൻ്റെ ഒരു കുത്തൊഴുക്കാണ്. ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചു ഈ സംഭവത്തിന് ശേഷം മൊത്തം വന്നിട്ടുള്ള ഈ ഹെയ്റ്റ് പോസ്റ്റുകൾ എടുത്ത് തരാം. ഗ്രോക്ക് തന്നെ പറയാണ് 48 മണിക്കൂറിനുള്ളിൽ 5000 പോസ്റ്റുകളിൽ കൂടുതലാണ് ഹെയ്റ്റ് പ്രവഹിച്ചുകൊണ്ടുള്ള ഈ സംഭവത്തിന് ശേഷം വന്നിട്ടുള്ളത്. 5000 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആലോചിക്കുക. എൻ്റെ റീട്വീറ്റുകൾ, അതിൽ വരുന്ന കമൻസ്, അത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്, ഇതൊന്നും ആലോചിച്ച് നോക്കുക. 5000 ട്വീറ്റ്സാണ് 48 മണിക്കൂറിനുള്ളിൽ വന്നത്. അതായത് ആളുകൾ അത് കാത്തിരിക്കുകയാണ്, ഹെയ്റ്റ് പ്രചരിപ്പിക്കുക എന്നതുപോലെയാണ് അത് വരുന്നത്. ഇനി ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു കാർ പൊട്ടിത്തെറിച്ചു, ഇത്ര ആളുകൾ മരിച്ചു. ആ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആളെ ഇനിയും നമ്മളിത് സംസാരിക്കുമ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, ആരാണത് എന്നുള്ള അറിയില്ല. അതിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കിട്ടിയിട്ടുണ്ടോ, അല്ല DNA ലഭിച്ചിട്ടുണ്ടോ, ഒന്നും നമുക്കറിയില്ല. അറിയാവുന്ന മറ്റൊരു കാര്യം, NIA കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്ന മുൻ ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്ന വിജയ് സാക്കറെ, ഇപ്പോൾ അദ്ദേഹം NIA-ലാണ്. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുക, വിജയ് സാക്കറെ. അദ്ദേഹം ഇന്ന് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കൺഫർമേഷനുള്ള ഒരൊറ്റ കാര്യം. കൺഫർമേഷൻ ഇല്ലാത്ത കാര്യം എന്തൊക്കെയാണ്? ഒരു ഒക്ടോബർ 29-ാം തീയതി 8-9 ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയിരുന്നു. അത് പിടികൂടിയെന്നുള്ള വസ്തുതയാണ്. അത് വാർത്തകൾ വന്നിട്ടുണ്ട്. അത്ര ആൾ അറസ്റ്റിലായ ആളുടെ ബന്ധുക്കൾ അറസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. തുടർന്നുള്ള തുടർ റെയ്ഡുകളും തുടർ അറസ്റ്റുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട ഒരാളാണ് ഈ ബോംബ് സ്ഫോടനം നടത്തിയത് എന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടില്ല. അവരുടെ കൂട്ടത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥ. അത് ഇത്ര ആളുകൾ പിടിയിലായപ്പോൾ ഇയാൾ പാനിക്കായി ഉടനെ പോയി ബോംബ് കൊണ്ടുപോയി അറിയാതെ പൊട്ടിത്തെറിച്ചതാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കഥ. അത് അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമല്ല. ഇവർ തന്നെയാണോ ഇത് നടത്തിയത്? അറിയില്ല, കൺഫർമേഷൻ ഇല്ല. ഇവർ തന്നെ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളാണോ? ഇവരെ പറ്റിയുള്ള കഥകൾ കേൾക്കണം. അൽ ഫലാഹ് എന്ന് പറയുന്ന ഫരീദാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരാണ് ഇവർ യൂണിവേഴ്സിറ്റിയിലെ ലാബറട്ടറിയിൽ ലാബറട്ടറി ഉപയോഗിച്ച് അമോണിയം നൈട്രേറ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. 3000 കിലോ അമോണിയം നൈട്രേറ്റാണ് പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലാബറട്ടറിയിൽ അമോണിയം നൈട്രേറ്റ് എങ്ങനെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുക? അതുപോലും ചിന്തിക്കുന്നില്ല. വാർത്തകൾ വരുവാണ്, ഫരീദാബാദ് യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടണം. ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ളൊരു ബ്രിജ്ഭൂഷൺ കൗർ ആനന്ദ് എന്ന് പറയുന്ന അവരുടെ VC ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ ജീവനക്കാരായിരുന്നുള്ളത് ശരിയാണ്, അല്ലാതെ അവർ ഇവിടെ കൊണ്ടുവന്ന ആയുധം സൂക്ഷിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ആയുധം സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഇല്ല. അവിടെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് എല്ലാ ജീവനക്കാരെയും അകത്തേക്ക് ഏറ്റെടുക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് വാർത്ത വരുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവർ തന്നെ ഏതെങ്കിലും ടെറർ മ്യൂഡുകളുടെ ഭാഗമാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അവർ അറസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ, കുറേ അധികം ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അവരുടെ ഭാഗമായ ഒരാളാണ് ഈ ടെറർ ബ്ലാസ്റ്റ് നടത്തിയിട്ടുള്ളത് എന്നതിനും തെളിവില്ല. ആ കാർ ഓടിച്ചതാരാണെന്ന് അറിയില്ല. അതിൽ നിന്ന് DNA പരിശോധിക്കാൻ വേണ്ടി സാമ്പിൾ എടുത്തിട്ടേ ഉള്ളൂ. ഇന്ന് പൂർണ്ണമായ സാമ്പിൾ എടുത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉടൻ തന്നെ വരുമായിരിക്കും, അതിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ വരുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം കാർ ഓടിച്ചിരുന്ന ആരാണ്, ഇവരാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും വസ്തുതകൾ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ, മീഡിയ തുറന്നു നോക്കുമ്പോൾ, മീഡിയയാണ് ഏറ്റവും പ്രധാനം. മലയാളത്തിൽ ഉൾപ്പെടെ മീഡിയകൾ ആഞ്ഞങ്ങാടി അടിക്കുകയാണ് വൈറ്റ് കോളർ ടെററിസം. ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള ഈ കൊയിനേജ് അവിടെ നിന്നാണ് വരുന്നത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇത് എന്താണ് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമാണെന്ന്. NIA-യുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? NIA-ആണ് കേസ് അന്വേഷിച്ചത്. ഡൽഹി പോലീസ് പറഞ്ഞു ഇത് വൈറ്റ് കോളർ ടെററിസ്റ്റ് ആണ്. ഈ പിടിയിലുള്ളവർക്ക് ഭീകരന്മാരാണ്, അവർ വൈറ്റ് കോളർ ടെററിസ്റ്റുകളാണെന്ന് ഏതെങ്കിലും അന്വേഷണ ഏജൻസി പറഞ്ഞു? ഇല്ല, ഇത് മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കഥകൾ ഔദ്യോഗിക വിശദീകരണങ്ങൾ പോലെ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ വലിയ തോതിൽ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ നേരത്ത് കണ്ട ഒരു വാർത്ത, ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ വാർത്തയാണ്. ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിയിൽ ആ പൊട്ടിത്തെറിച്ച കാർ 2 ദിവസം ഉണ്ടായിരുന്നു. തെളിവെന്താ?
ട്രസ്റ്റ് മീ ബ്രോ. ഒരു തെളിവില്ല, വെറുതെ അടിക്കാണ്. വലിയ ഒലക്കമുക്കിയ അക്ഷരങ്ങളിൽ ഹെഡിങ് അടിച്ചുകൊണ്ട് പറയാണ് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ CCTV പരിശോധിച്ചാൽ പോരെ. ഈ ഫരീദാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ CCTV പരിശോധിച്ചാൽ ഈ കാർ അവിടെ ഉണ്ടോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ വ്യക്തമാകാം. പോലീസിനോ ഇനി മീഡിയ സ്ഥാപനങ്ങൾക്ക് പോലും അവർക്ക് ആവശ്യപ്പെടാം, നിങ്ങൾ CCTV ഒന്ന് നോക്കാമോ, ഈ കാർ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നോക്കിയിട്ട് പറയും. ഇത് വാർത്ത കൊടുക്കുകയാണ് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് കാണിക്കുന്ന വിഷയം എന്താണ്? ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ്. ഇതാണ്, അതായത് ഈ അപസർപ്പക കഥകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള തിരക്കഥാരചനയാണ് നാഷണൽ മീഡിയയിൽ നാഷണൽ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾ നടക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് മലയാളം ചാനലുകളുണ്ട് ചില ആളുകൾ നിന്ന് പ്രസംഗിക്കുകയാണ്. ഹെയ്റ്റ് സ്പീച്ചിനെ വെല്ലുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ. നിങ്ങൾക്കിടയിലും ഉണ്ടാകാം ആ ഭീകരൻ, വൈറ്റ് കോളർ ഭീകരൻ നിങ്ങൾക്കിടയിലും ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ച് ഭീതി പടർത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത്, നമ്മൾ പലതരത്തിലുള്ള സുരക്ഷാ ഭീഷണിയുള്ള രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സിവിൽ സൊസൈറ്റി എന്താണ് ചെയ്യേണ്ടത്? ഈ മരിച്ചവരോടൊപ്പം നിൽക്കുക. ഈ മരിച്ചവരുടെ പേരറിയോ? ഇല്ല. ഇവിടെയുള്ള സകല ആൾക്കാർക്കും, ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഈ ഭീകരന്മാരുടെ പേരറിയാം. ഈ കൊല്ലപ്പെട്ട 8 പേര് 10 പേര് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരിച്ചവരോടുള്ള ദുഃഖമോ, നമ്മൾ അനീതി നേരിടുന്നതിൻ്റെ പ്രശ്നമോ, നമ്മളുടെ സുരക്ഷാ വീഴ്ചയൊന്നും അല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്താണ്? അവന്മാരാണ്. ആ ഹെയ്റ്റാണ് ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ, മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന ഹാൻഡിലുകൾ ഉൾപ്പെടെ നയിക്കുന്നത്. അല്ലാതെ കൊല്ലപ്പെട്ടവരുടെ അവരെ ആരാണെന്ന് പോലും അറിയാതെ, അവരുടെ ക്ലാസ് ഏതാണ്, അവരെവിടെ നിന്ന് വരുന്നവരാണ്, ഇതിലൊന്നും ആർക്കും ഒരു വിഷമവുമില്ല. ആർക്കുമില്ല, ഭരണകൂടത്തിനില്ല, രാഷ്ട്രീയക്കാർക്കില്ല, ആർക്കുമില്ല. പരസ്പരം പഴിയേരെയാണ്. അപ്പോൾ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നുള്ളത് ഉറപ്പാണ്. അതിന് ഭരണകൂടത്തെ അക്കൗണ്ടബിളാക്കുന്നതിന് പകരം, ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം ചോദ്യം ഉന്നയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെയാണ്. ഭരണകൂടത്തോട് ഒരു ചോദ്യം ഈ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നും ചോദിക്കുന്നില്ല. എങ്ങനെ ഇത് സംഭവിച്ചു, നിങ്ങളതിന് മറുപടി പറയുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായോടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ആ ഭൂട്ടാൻ യാത്ര ഒഴിവാക്കിയില്ല? എന്തിനാണ് ആ ഭൂട്ടാൻ സംഭവം നടന്ന് 10 മണിക്കൂർ ശേഷമാണ് അദ്ദേഹം പോകുന്നത്. സംഭവം നടന്ന് 10 മണിക്കൂർ ശേഷം ഭൂട്ടാനിലേക്ക് പോവുകയാണ്. അതെന്തിന് പോയി എന്ന് ചോദിക്കാൻ പോലും പ്രതിപക്ഷം പോലും തയ്യാറാവുന്നില്ല. പ്രതിപക്ഷത്തിന് പോലും ധൈര്യമില്ല. ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദിക്കാൻ പ്രതിപക്ഷത്തിന് പോലും ധൈര്യമില്ല. ആകെ ചോദിക്കുന്ന കർണാടകയിലെ ഈ മല്ലികാർജ്ജുൻ ഖർഗയുടെ മകനുണ്ടല്ലോ, പ്രിയങ്ക ഖാർഗെ മാത്രമാണ് എന്തൊക്കെയോ ചോദിക്കുന്നത്. അല്ലാതെ ആരും ചോദിക്കുന്ന പോലുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം സുരക്ഷാ വീഴ്ചകൾക്ക് ഭരണകൂടത്തെ, ഇപ്പോൾ പഹൽഗാമിൽ ഉയരേണ്ട ചോദ്യം ഡൽഹിയിലെങ്കിലും ഉയരണം. അല്ലെങ്കിൽ ഇനിയും പഹൽഗാമും പുൽവാമയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിഷാദ്, ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായൊരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് അജിംസ് പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അത് മറയ്ക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ. അല്ല, ഇതിനകത്ത് ആരും ചോദിക്കുന്നില്ലെന്ന് പറയാൻ പാടില്ല. ഒരുപാട് പേര് വളരെ ശക്തമായിട്ടുള്ള ചോദ്യം സർക്കാരിനെതിരെ ചോദിക്കുന്നുണ്ട്. പഴയ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. മഹുവ മൊയ്ത്ര ഭയങ്കര ശക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഖാർഗെ ശക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പപ്പു യാദവ് കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. കെജ്രിവാൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോയാലും ആളുകൾ സുരക്ഷാ വീഴ്ച എന്ന പ്രശ്നത്തെ ഉയർത്തി കാണിക്കുകയും BJP സർക്കാരിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ പട്ടിക നിരത്തി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഭയങ്കര റിട്ടറിക്ക് കൊണ്ട് മറുപടി പറയുന്ന, വാഗ്ധോരണികൾ കൊണ്ട് മറുപടി പറയുന്ന രാജ്യത്തിൻ്റെ ഭരണനായകനെവിടെ? എന്തുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരവില്ലല്ലോ? എന്താണ്? ബാക്കി സകല കാര്യത്തിനും അദ്ദേഹം ഉറക്ക പ്രസംഗിക്കുമല്ലോ. ഞങ്ങൾ പാഠം പഠിപ്പിക്കും, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവില്ല, ഈ രാജ്യം ഈ കൈകൾ ഭദ്രമാണ്, 56 നെഞ്ച് എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്തുകൊണ്ടാണ് ഉറപ്പ് വരുത്താൻ കഴിയാത്തതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. എന്താ അവർ സ്കിപ്പ് ചെയ്യുന്നത്? എന്താണ് അവിടെ അതിന് ആൻസർ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഒന്നാമത്തെ പ്രശ്നം, ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ ബോംബ് പൊട്ടി 8-10 ആളുകൾ കൊല്ലപ്പെടുന്നു, ഡസൻ കണക്കിന് ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നു, ലോകം മുഴുവൻ അത് കാണുന്നു. ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെല്ലാം ഭീകരമായ ആക്രമണങ്ങളാണ്. അമൃത, പത്താൻകോട്ടിലുണ്ടാകുന്നത് ചെറിയ ആക്രമണമല്ല, പുൽവാമയിലുണ്ടാകുന്നത്. എത്ര പേര് മരിച്ചു? ഒരു മിലിറ്ററി കോൺവോയ്ക്ക് നേരെ വളരെ കൂളായി വന്നൊരു വണ്ടി ഇടിച്ച് കയറ്റി എത്ര പേരെ കൊന്നു? 40-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഉറിയിലുണ്ടായ ഭീകരാക്രമണം നമ്മൾ നോക്കേണ്ടതല്ലേ? ഇപ്പോൾ പഹൽഗാമിലുണ്ടായത് ചുമ്മാ പച്ചയ്ക്ക് വന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ്. ഡൽഹി എന്ന് പറയുന്ന നഗര കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള സ്ഫോടനം. ലോകം നമ്മളെങ്ങനെ കാണുക? മുന്നോട്ട് പോകും തോറും ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റവും IB സംവിധാനവുമുള്ള ഒരു രാജ്യമായി ഇന്ത്യ വികസിക്കുന്നു എന്നാലേ നമ്മൾ ലോകത്തോട് പറയേണ്ടത്. പുറത്തു നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? എപ്പോൾ വേണമെങ്കിലും ഏത് നഗരത്തിലും ബോംബ് പൊട്ടാവുന്ന, എവിടെയും ആർക്കും വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന, കുഴഞ്ഞു കിടക്കുന്ന ഒരു രാജ്യം എന്നൊരു ഫീൽ ആർക്കുണ്ടാവും? പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാർക്കുണ്ടാവും.
ഡൽഹി പോകരുത്, സൂക്ഷിക്കണം. കശ്മീർ ലോകത്തിൻ്റെ പറുദീസയാണ്, പോകരുത്, സൂക്ഷിക്കണം. കാരണം അവിടെ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ ഇറങ്ങി വെടിവെച്ച് കൊല്ലാം. നിങ്ങൾ ഉറിയിലും പത്താൻകട്ടിലും പോകുന്നത് അവിടെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ആ സൈനിക കേന്ദ്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭീകരവാദികൾ ആക്രമിക്കപ്പെടും. അതിൻ്റെ പരിസരത്ത് പോയി നിൽക്കരുത്. ഇതിൻ്റെയൊക്കെ നാണക്കേട് ആർക്കാണ്? അപ്പോൾ ഈ നേരത്തെ അജിൻസ് പറഞ്ഞില്ലേ, കൊല്ലപ്പെട്ടവരെ കുറിച്ചോ നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂ ഇവർക്കൊന്നും പ്രശ്നമല്ല. പ്രതികാരത്തിൻ്റെ ആവേശമുണ്ടല്ലോ. നമുക്ക് മറ്റവന്മാരെ പാഠം പഠിപ്പിക്കാൻ, അകത്തുള്ളവന്മാരെ, കാരണം അവർ തീവ്രവാദികളുടെ സപ്പോർട്ടേഴ്സ് ആണല്ലോ, അവരെ പാഠം പഠിപ്പിക്കണം, ഭീകരവാദികളെയും പാഠം പഠിപ്പിക്കണം എന്നതില്ല. ഓക്കെ, നിങ്ങൾ ഭീകരവാദികളെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു, അത് വേണ്ടതാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് പ്രധാനമാണ്. പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൊണ്ട് ആവർത്തിച്ച് കൊല്ലപ്പെടുന്നു? മരിച്ചുപോയ ഈ ഡൽഹി നഗരത്തിലിരിക്കുമ്പോഴെങ്കിലും ഞാൻ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ വെച്ച് മരിച്ചുപോയ മനുഷ്യരോട് ആരുത്തരവാദിത്വം പറയും? അവരുടെ മരണത്തിന്, ആ ലോസിന് പകരം വയ്ക്കാൻ മറ്റെന്തെങ്കിലും കൊണ്ട് കഴിയുമോ? ഒരാക്രമണം ഉണ്ടായി, ശരിയാണ്. ഇന്ത്യ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അങ്ങനെ കൃത്യമായ അടച്ചുറപ്പുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനികമായ നഗരങ്ങളല്ല നമ്മുടെ ഒരു നഗരങ്ങളും. 150 കോടി ആൾക്കാർ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള മനുഷ്യന്മാർ, ജീവിതങ്ങൾ, പലതരത്തിൽ ജീവിതം നയിക്കുന്ന വലിയ ജനപഥങ്ങളുള്ള നാടാണ്. അവിടെ ഇപ്പോൾ സെക്യൂരിറ്റി അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ ബോംബ് പൊട്ടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ആക്രമണം തടയാൻ കഴിയില്ല, പ്രത്യാക്രമണമായിരിക്കും കുറച്ച് എളുപ്പമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? ഒരാൾ ഒറ്റയ്ക്കാണോ പൊട്ടിക്കാൻ വരുന്നത്? ഈ പൊട്ടിക്കാൻ വരുന്ന ആൾ ഒറ്റയ്ക്കാണോ? അയാൾക്ക് ദീർഘകാലത്തെ ആസൂത്രണം ഉണ്ടാവും. അയാൾക്ക് ഈ ബോംബുകൾ പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ബോംബുകൾ സമാഹരിച്ച കേന്ദ്രങ്ങൾ ഉണ്ടാവും. അയാൾക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പലരുമായി ഉണ്ടാവും. ചിലപ്പോൾ സംഘടനാ ബന്ധങ്ങളുണ്ടാവും. ഭീകരരുമായിട്ടുള്ള എക്സ്റ്റേണൽ, വിദേശത്തുള്ള ഭീകരരുമായി ബന്ധമുണ്ടാവും. അതിനെ നേരത്തെ മനസ്സിലാക്കി അതിനെ ഡിഫ്യൂസ് ചെയ്യുക, തടയുക എന്ന് പറയുന്ന സംവിധാനത്തിലല്ലേ നമ്മൾ IB എന്നൊക്കെ വിളിക്കുന്നത്, സ്പെഷ്യൽ സെൽ എന്നൊക്കെ വിളിക്കുന്നത്, NIA എന്നൊക്കെ വിളിക്കുന്നതിനാണ്. NIA പോട്ടെ, മറ്റേ ഇത്തരം ഏജൻസികൾ. ഇപ്പോൾ അമേരിക്കയിൽ എന്താ ഉണ്ടായത്? അമേരിക്കയിൽ ഒരു ടിൻ ടവർ ആക്രമണം ഉണ്ടായല്ലോ. അതിനുശേഷം ആ രാജ്യം എടുത്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെത്തേഡ്സ് നോക്ക്. പിന്നെ അവിടെ എന്തെങ്കിലും സ്ഫോടനം ഉണ്ടാകുന്ന കേട്ടോ? ഞാൻ പറഞ്ഞത്, നിരന്തരമായ ഭീകരാക്രമണങ്ങളിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു, എന്ത് തടഞ്ഞു എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിലുള്ള ഉത്തരം എന്താണ്? ഇവർ ഈ കാലത്ത് കാണ്ഡഹാർ, ഈ BJP കാര്യം ഓർക്കണം. BJP എന്താണ്, നമ്മുടെ അതിർത്തിയിലെ പട്ടാളക്കാരുടെ തല മുഴുവൻ അറുത്തുകൊണ്ടുപോകുന്നു പാകിസ്ഥാൻ, അത് തടയാൻ ഞാൻ വരണമെന്ന് പ്രസംഗിച്ച ആളാണ് മോദി. അത് AK-ന്റെ കാലത്ത് പട്ടാളക്കാർക്ക് നെഞ്ചിനും തലയ്ക്കും വിലയില്ല എന്ന് പറഞ്ഞ ആൾ. ഇവിടെ കാണ്ഡഹാറിൻ്റെ മുതൽ കാർഗിലിൻ്റെ മുതൽ പുൽവാമയുടെ, ഉറിയുടെ, പത്താൻകോട്ടിൻ്റെ, പെഹൽഗാമിൻ്റെ, ഡൽഹിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ രാജ്യത്തിൻ്റെ നെഞ്ചൊലച്ചിട്ടുള്ള സംഗതികൾ മൊത്തം ഉണ്ടായത് എവിടെയാണ്? അപ്പോൾ നമ്മൾ പൗരൻ്റെ ചോദ്യം ഇതാണ്, വേർ ഈസ് അവർ സെക്യൂരിറ്റി? ഈ രാജ്യത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത് ഭരണത്തിലേറിയിട്ടുള്ള ഭരണാധികാരികളെ നമ്മളുടെ സെക്യൂരിറ്റി എവിടെയാണ്? ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ആ ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി കളയാമെന്നൊരു വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യാമോഹം കയ്യിൽ വെച്ചാൽ മതി. ഈ ചോദ്യം ചോദിക്കാനുള്ള ഭരണഘടനാപരമായ റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഒരു കാര്യം സംബന്ധിച്ചു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല തടയാൻ. ഞങ്ങൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികാരം ചെയ്തു തരാം. പ്രതികാരം ചെയ്യാൻ ആക്രമിക്കാനൊക്കെ ഉള്ള സംവിധാനം അതിവിടെ ഉണ്ട്. അതിപ്പോൾ ആർക്കായാലും പറ്റുമല്ലോ. അത് ഏത് ഭരണകൂടത്തിനായാലും പറ്റും ചെയ്യാൻ. തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഈ ചോദ്യം ഉണ്ടല്ലോ. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പൊട്ടാസ് പൊട്ടിയാൽ പോലും ആ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിച്ചിട്ടുള്ള മാധ്യമങ്ങൾ, ഗോസായി ചാനലുകൾ ഇവിടെയുണ്ട്. അവന്മാർക്കൊന്നും ഒരു അക്ഷരം ഇപ്പം വേണ്ടണ്ട, ഇവിടെ തന്നെ വേണ്ടണ്ട. കാരണം ഈ നടന്നിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ഒരു ചോദ്യവും ആർക്കും ഒരാളോടും ചോദിക്കേണ്ടതില്ല. ഇത് മറുപടി പറയേണ്ട കാര്യമാണ്. ഇപ്പം മോദി ആലോചിക്കും, മോദി ലോകത്തെ വിശ്വഗുരുവാണ്. അദ്ദേഹം ലോകത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം എൻഗേജ് ചെയ്യുന്ന നേതാക്കൾ ആരൊക്കെയാണ്? ഷീ ജിൻപിങ്ങുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു, പുട്ടിനുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു, ട്രംപുമായിട്ട് ചെയ്യുന്നു. അവരുടെയൊക്കെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇതുപോലെ ബോംബ് പൊട്ടുന്നുണ്ടോ? അദ്ദേഹം ലോകത്തിൻ്റെ വിശ്വഗുരുവായി ഒരു പ്രത്യേക ലെയറിൽ നേതാക്കന്മാരോട്ട് എൻഗേജ് ചെയ്യുന്ന ആളാണ്, നമ്മളെപ്പോലൊന്നുമല്ല. പക്ഷേ ഈ ബാക്കിയുള്ള ലീഡേഴ്സിൻ്റെ ബീജിങ്ങിൽ ബോംബ് പൊട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബീജിങ്ങിനോട് എതിർപ്പുള്ള എത്ര സംഘടനകളുണ്ട്, എത്ര സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്ന ആൾക്കാരുണ്ട്? പൊട്ടുന്നില്ലല്ലോ. ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ പൊട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ ബാക്കി എല്ലാത്തിനും നമ്മൾ ഉയർന്നു. ഇതിലെന്തുകൊണ്ട് നമ്മൾ ഉയരാത്തത്? അതിന് മറുപടി പറയാൻ പറ്റണം. അങ്ങനെ പറയിപ്പിക്കാൻ തക്കവണ്ണം അധൈര്യം മാറ്റി വെച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഉറക്കെ സംസാരിക്കണം. അതൊന്നും ചോദ്യം ചോദിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. ഇത്രയും കാലം സംസാരിക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയില്ലേ? ഇനി ഇതുകൂടെ സംസാരിക്കാൻ തുടങ്ങണം. ഇനി രാജ്യം ആർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നൊന്നുമല്ല, രാജ്യം ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുമല്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉറക്കെ ചോദിക്കുക തന്നെയാണ് വേണ്ടത് എന്ന കാര്യം ആലോചിക്കണം. ഇപ്പം ഈ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരേ കഥ എടുത്ത് പറയാണ്. ഇപ്പം ബോംബെയിൽ ഒരു സബർബൻ ട്രെയിനിൻ്റെ ആക്രമണം ഓർക്കണം. പ്രഷർ കുക്കറിനകത്തിരുന്ന ബോംബ് ഒരേ സമയം പല സ്ഥലത്തായി പൊട്ടി ഏതാണ്ട് ഒരു 189 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം ഈ വർഷമാണ് അതിൽപ്പെട്ട എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. ഇന്ന് കോടതി പറഞ്ഞത് ഇതിലെ സാക്ഷിമൊഴികൾ തെറ്റ്, കൊണ്ടുവന്ന തെളിവുകൾ തെറ്റ്, പോലീസും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും ഹാജരാക്കിയ എല്ലാ എവിഡൻസും പരസ്പരം
പൊരുത്തക്കേടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊത്തം വെറുതെ വിട്ടു അവരെ. മലേഗാവിലെ ആൾക്കാരെ വെറുതെ വിട്ടു, സ്ഫോടനം നടത്തിയ കേസിലെ പ്രതികളായ ആൾക്കാരെ വെറുതെ വിട്ടു. നേരത്തെ പറഞ്ഞിട്ട് മൗലികമായ ചോദ്യം അവിടെ നിൽക്കുന്നു. നിങ്ങൾ ബോംബെ സ്ഫോടന കേസിലെ ആൾക്കാരെ വെറുതെ വിട്ടു. രാജസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, രാജസ്ഥാനിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പേരെ കോടതി വെറുതെ വിട്ടു, ഇവർ കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചതാരാണ്? സബർബൻ ട്രെയിനിൽ 189 പേരുടെ മരണത്തിന് ഇടയാക്കിയ കേസിലെ ആൾക്കാരെ വെറുതെ വിട്ടു. രാജസ്ഥാനിലെ ആൾക്കാരെ വെറുതെ വിട്ടു. മലേഗാവിലെ മക്ക മസ്ജിദിലെ വെറുതെ വിട്ടു. അപ്പോൾ പൊട്ടിച്ചതാരാണ് എന്ന ചോദ്യം ഈ സർക്കാർ കൂടി ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല പ്രതികളെങ്കിൽ പിന്നെ ആരാണ് പൊട്ടിച്ചത്? അപ്പോൾ ബേസിക് ഇഷ്യൂ ഈസ് നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റി കുഴപ്പത്തിലാണ് എന്ന് ഒരു സാധാരണ പൗരന് സംശയം തോന്നാൻ കഴിയുന്ന സകല സാഹചര്യവും ഈ നാട്ടിലുണ്ട്. പക്ഷേ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ അടക്കം വലിയ മാധ്യമ പുങ്കവന്മാർ ഈ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടുകയാണ്. ഭയപ്പെടുക മാത്രമല്ല, ഇത് ഭയപ്പെടൽ മാത്രമല്ല, ചോദ്യം ചോദിച്ചാൽ പിടിച്ച് നമ്മളെ അകത്തിടാനൊരു നിയമമില്ല. ആ ചോദ്യം ചോദിച്ചാൽ ഒരു കോടതിയിലും പോയിട്ട് ഈ ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളെ അകത്തിടുന്ന് ന്യായീകരിക്കാനും പറ്റില്ല. അപ്പോൾ അതിനാണ് സേവ എന്ന് പറയുക. ഈ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയ്ക്ക് സേവ ചെയ്തു കൊടുക്കുക. സർക്കാരിൻ്റെ പിന്നിലുള്ള പാർട്ടി പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന് പണിയെടുത്തു കൊടുക്കുക. നമ്മളിപ്പോൾ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ചോദിച്ചാൽ ജനം, മലയാളി അടക്കം സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അത് ചിന്തിക്കാൻ പാടില്ല. ഇതിൻ്റെ ഗുണം ആർക്കാണോ രാഷ്ട്രീയ ഗുണം കിട്ടുന്നത് അവർക്കാവശ്യമുള്ള പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യന്മാർ, മാധ്യമപ്രവർത്തകരുടെ വേഷം കെട്ടി നമുക്കിടയിലും ഉണ്ടാവാം, ഉണ്ട്. മനസ്സിലായില്ലേ? അത്തരം സംഘിന് വേണ്ടി പണിയെടുക്കുന്ന, സംഘിൻ്റെ വിഭജനാശയങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ സമൂഹത്തിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താണ്, വലിയ തിയറീസൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ അറിയാനിട്ടല്ല. അവരാ ചോദ്യം ചോദിക്കില്ല. അവരെന്ത് ചെയ്യണം? പ്രതികാരത്തിൻ്റെ സംഹാര താണ്ഡവത്തെക്കുറിച്ച് സംസാരിക്കും. യുദ്ധം പാപമാണെന്നും അത് ആത്യന്തികമായി മനുഷ്യരെ കൊല്ലുകയാണെന്നും ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞാൽ അയാൾ രാജ്യവിരുദ്ധനായിട്ട് സ്ഥാപിക്കാൻ അവർ വട്ടമേശ സമ്മേളനം നടത്തും. അത്തരം വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഈ നാടിനെയാണ് നമുക്ക് മറികടക്കേണ്ടത്. അതിന് മേലെ കൂടിയാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. എത്ര കാലം പിന്നിട്ട് പോയാലും നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട, അവരുടെ ചോര ചിതറിയ ഈ സംഭവത്തിൻ്റെ സെക്യൂരിറ്റി പ്രശ്നം നാം ചോദിക്കേണ്ടത് തന്നെയാണ്. അത് ചോദിക്കാനുള്ള ബാധ്യത പൗരന്മാർക്കും കോടതികൾക്കും എല്ലാം ഉണ്ട്. ആരെങ്കിലുമൊക്കെ നിശബ്ദരായാലും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലരെങ്കിലും അവശേഷിക്കുന്നത് പ്രിയങ്ക ഖാർഗെ പോലുള്ള, മുഹമ്മദ് മൊയ്ത്രയെ പോലെയുള്ള, പപ്പു യാദവിനെ പോലെ, അദ്ദേഹം ഇനി പശ്ചാത്തലം എന്തായാലും പോലും ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യം അത്ര വാലിഡാണ്. അത് ആര് ചോദിച്ചാലും ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ് പ്രസക്തി. അതെ, തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് മറുപടി പറയാൻ തീർച്ചയായും ഭരണകൂടം തയ്യാറാകേണ്ടതാണ്. ഒരു മറുപടി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.